ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. എല്ലാവർക്കും സന്തോഷം വരും. കാരണം ഈ നാളുള്ള സ്ത്രീകളും പുരുഷന്മാരും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധിയും ലോട്ടറി അടിച്ചതിന് തുല്യമായിരിക്കും കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയല്ലേ, കണ്ണേ കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുപോയി എന്ന് പറയല്ലേ. ഈ നാളുകാരിപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏത് വലിയ ദുരിതവും നമ്മളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. കാരണം ഈ ഒരാൾ മതി, ഈ നാളുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ മറ്റുള്ള നാളുകാരുടെ ദോഷവും മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ പടിക്ക് പുറത്തേ നിൽക്കത്തുള്ളൂ. അത്രയ്ക്ക് നല്ല സമയമാണ് ഇവർക്ക്. ഇവരിപ്പോൾ എന്താഗ്രഹിച്ചാലും ആ കുടുംബത്തിൽ നടക്കും. അത്രയ്ക്ക് നല്ലതാണ്. കാരണം ഇവരെ കണി കണ്ടിട്ട് പോയാൽ പോലും നമ്മൾ പോകുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അവരുടേത്. ആദ്യമേ തന്നെ സ്ത്രീകളിൽ പെട്ടവരുടേത് കാര്യം പറയാം. സ്ത്രീകളിൽ ആർക്കൊക്കെയാണ് ഈ നാളിൻ്റെ ഗുണം വരുന്നതെന്നും ഈ ഏത് നാളുകാരാണെന്നും ഞാനിപ്പം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ കാർത്തിക നാളുള്ള സ്ത്രീയുള്ള വീട്ടിലും ഇതുപോലെ തന്നെ ഗുണങ്ങളാണ്. മൊത്തത്തിൽ ഒന്നിച്ച് പറയാം, വലിച്ചു നീട്ടി നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ. കാർത്തിക നാള്, അശ്വതി നാള്, മകം നാള്, ചോതി, ചിത്തിര, പൂരുരുട്ടാതി, രേവതി നാള്, ഈ 7 നാളുകാർ വീട്ടിലുണ്ടോ? നമുക്ക് ശുക്രദശയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി ഇവരെന്ത് കാര്യം ആഗ്രഹിച്ചോ ആ കാര്യം നടന്നിരിക്കും. അതുപോലെ തന്നെ ഇവരൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചേ തിരിച്ചു വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ വലിയ വമ്പം കാര്യങ്ങളൊന്നും പറയാറില്ല. ഇതാണ്ട് ഓണം ബെമ്പർ നിങ്ങൾക്ക് അടിക്കും എന്നൊന്നും ദൈവത്തെ ഓർത്ത് ഞാൻ പറയാൻ ആളല്ല കേട്ടോ. അതൊക്കെ അടിക്കേണ്ടവർക്ക് അടിച്ചുകൊള്ളും. പക്ഷേ ഈ നാളിൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്കുണ്ടല്ലോ, ഈ നാളുകാർക്ക് നാളെ 28 നാളെ സെപ്റ്റംബർ 28 തൊട്ട് ഒക്ടോബർ 17 വരെ നിങ്ങൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വളരെ ഗുണകരമാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്തുവായിക്കോട്ടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ വക്കിലാണ്, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ ഒരു പെരപണി മുടങ്ങിക്കിടക്കുവാണ്, ഇതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ പറ്റും. കാരണം നിങ്ങളിതൊന്ന് തുടങ്ങി വെച്ചോണം. നിങ്ങളൊന്ന് ആഗ്രഹിച്ചിട്ട് ആ വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കാൻ നോക്കിക്കേ. ഓൾറെഡി അത് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ദിവസം 17 കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പണിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു കല്യാണക്കാര്യമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ടിരിക്കുന്നതെങ്കിൽ അതും ഈ നാളുകാർക്ക് ഇപ്പം വളരെ നല്ലതാണ്. ഈ നാളുകാർക്ക് എവിടെയെങ്കിലും കല്യാണം മുടങ്ങി നിൽപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആലോചിച്ചോന്നേ, ഉറപ്പായിട്ട് നടന്നിരിക്കും. ഒരു പെൻഡിങ്ങും വരത്തില്ല. ഈ നാളുകാരുള്ള സ്ത്രീകളുള്ള വീട്ടിലുണ്ടല്ലോ, നമ്മൾ രാവിലെ ഏൽക്കുമ്പോഴേ നിങ്ങൾ വീട്ടിൽ കിടക്കുന്നവർ തന്നെ ഇവരെ പോയി കണ്ടോ, നിങ്ങൾക്ക് അന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. എന്ത് കാര്യവും നിങ്ങൾക്ക് നടക്കും. നമ്മുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടോ, പഞ്ഞവും പട്ടിണിയും ഒന്നും ദാരിദ്ര്യവും ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ചോദിക്കാതെ തന്നെ ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരും ഓരോ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒരു ചിട്ടി അടിക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് നടന്നിരിക്കും. കാരണം ചിട്ടിക്കാശും കൊടുത്ത് ഇവരെ പറഞ്ഞു കൊടുക്കുക. ഇവർ കൊണ്ടുപോയി ചിട്ടിക്കാശ് അടച്ചു കഴിഞ്ഞ് നമ്മൾ പിടിച്ച ചിട്ടിയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഈ നാളുകാരുള്ള സ്ത്രീകൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധി നിങ്ങൾക്കുണ്ടാകും. ഇതെല്ലാം സത്യമായ കാര്യമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പുരുഷന്മാരുടെ നാളിനുമുണ്ട് ഈ സമയത്ത് വളരെയധികം പ്രത്യേകത. ഈ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 17 വരെ ഈ പറയുന്ന നാളുകാർക്കും വളരെയധികം നല്ലതാണ്. ഇവരെന്ത് കാര്യം മനസ്സിൽ ആലോചിച്ചാലും ചെയ്താലും ഇവർക്ക് ഗുണമായിട്ടേ വരത്തുള്ളൂ. ജോലിയുടെ കാര്യത്തിൽ പെൻഡിങ് കിടന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് നല്ലൊരു ജോലിക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഏതൊരു കാര്യം ചിന്തിച്ചിട്ട് ഒരു വഴിക്ക് പോകുന്നോ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ച് തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരെ കണി കണ്ടിട്ട് പോയാലും ഉറപ്പായിട്ടും പോകുന്ന കാര്യം നമ്മുടെ ഇത് നടന്നു കിട്ടും. നിങ്ങൾ ഈ വീട്ടിൽ നമ്മൾ പുരുഷന്മാരെ ഈ നാളുകാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. ഈ ദിവസങ്ങളിലുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അതിൽ ഒന്നാമത്തെ നാളുകാരനാണ് പൂരം. ആണുങ്ങൾക്ക് പൂരം നാളാണ്
ഏറ്റവും നല്ലത്. അവർക്ക് ഈ സമയത്ത് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും നിങ്ങൾ എവിടെയാണെങ്കിലും ഇനിയിപ്പോൾ പോകാൻ സാഹചര്യം ഇല്ലെങ്കിൽ വീട്ടിലിരുന്നെങ്കിലും നിങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ആ ഇരിക്കുന്ന കുടുംബത്തുണ്ടല്ലോ ഐശ്വര്യം തന്നെ കയറി വരും. നിങ്ങളുടെ കുടുംബം അടിക്കടി ഉണ്ടല്ലോ അഭിവൃദ്ധി വെച്ച് വരികയും ചെയ്യും. നിങ്ങളിത് മറന്നു പോകരുത്. പിന്നെ പൂരം, ഉത്രം നാളുകാർക്കും ഇതുപോലെ തന്നെയാണ്. ഈ സമയത്ത് അവർക്ക് വളരെ നല്ലതാണ്. ഉത്രം നാളുകാർക്കുണ്ടല്ലോ 70 വയസ്സ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഉത്രം നാളുകാർക്ക് ആദ്യമേ വ്യാഴം കിട്ടിയതാണ്. ആ വ്യാഴം കിട്ടിയാൽ പിന്നെ ശുക്രൻ കിട്ടത്തില്ല ഇവർക്ക്. അപ്പോൾ ഈ 70 വയസ്സിന് മുമ്പുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദശാസംഖ്യകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പം ചില കാലുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കൂട്ടിയും കുറച്ചും വന്നു കഴിയുമ്പോൾ ചിലർ 70 വയസ്സ് കഴിഞ്ഞും ഇരിക്കുന്നവരുണ്ട്. അവർക്ക് പിന്നെ ശുക്രദശയാണ്. അത്രയ്ക്ക് നല്ലതാണ്. ഈ ഉത്രം നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ 70 വയസ്സിന് മേളിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വേണ്ട രീതിയിലൊന്ന് പരിപാലിച്ചോണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരാവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തടസ്സം പറയാനൊന്നും നിൽക്കരുത്. അവർ നല്ല കാര്യമായിരിക്കും 70 വയസ്സ് കഴിഞ്ഞവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും. സമ്പൽ സമൃദ്ധിയിലും എത്താനായിട്ട് പറ്റും. കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാകും. ഇത് ഓർത്തിരുന്നോണം. നിങ്ങൾ മറ്റൊരു മുടക്കവും നിങ്ങൾ വെച്ചേക്കരുത്. അയ്യോ അല്ലെ പ്രായമായ ആളാണല്ലോ, അവർ പറയുന്നത് എന്ത് കേൾക്കാനാണെന്നുള്ള ഒരു മനോഭാവവും നിങ്ങൾക്ക് പാടില്ല കേട്ടോ. പിന്നത്തെ നാൾ പുണർതമാണ്. പുണർന്ന നാളിന് കണ്ടകശനിയുടെയൊക്കെ ഉണ്ട്. പക്ഷേ ആ കണ്ടകശനിയൊക്കെ 30-32 വയസ്സോട് കൂടി മാറിയിട്ട് ഇപ്പം നല്ല സമയം അവർക്ക് വരുന്നതാണ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്താൽ അവരുടെ കാര്യത്തിനും ഇതുപോലെ തന്നെ ഗുണം ഉള്ള ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. പിന്നത്തെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തൃക്കേട്ട നാൾ. തൃക്കേട്ട നാളിന് ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. അവർക്ക് ഒരു മരണസമയം വരെയും കടന്നു പോയിട്ട് ഇപ്പോൾ അവർ വീണ്ടും ആ നാളിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആ നാൾ നല്ല ഉയർച്ചയിലോട്ട് എത്തുന്ന ഒരു സമയമാണിപ്പം. അതുകൊണ്ട് തൃക്കേട്ട നാളിനും മറ്റു വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. ഈ നാളുകാരൊക്കെ വീട്ടിലുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നത്തെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിഴം നാൾ എന്ത് ചെന്ന് തൊട്ടാലും പിടിച്ചാലും എല്ലാം ആ പോകുന്ന വഴി നമുക്ക് ഗുണം വരികയില്ല. അത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു സമയമുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ അവർക്കും ഈ പറയും പോലെ 33.5 വയസ്സിന് ശേഷമാണ് ഈ അനിഴം നാളിൽ നല്ല സമയം വരുന്നത്. നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നാൾ പോണക്ക് ഒരുപാട് ഉയർച്ചയിലോട്ട് എത്തിയില്ലെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ കുടുംബകാര്യങ്ങൾ ഓടിച്ചും മറ്റ് പ്രശ്നങ്ങളിലൊന്നും പോകാതെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിഴം നാളുകാരുണ്ടല്ലോ എപ്പോഴും കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് അപ്പനോടും അമ്മയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നതാണ്. അതിൻ്റെ പേരിൽ തന്നെ അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. കടങ്ങളും ബാധ്യതകളും ഒക്കെ ഒഴിവായി കിട്ടും. കോടികൾ സമ്പാദിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നത്തെ നാൾ പൂയം നാളാണ്. ഈ പൂയം നാളുകാരെ ഈ പറഞ്ഞതുപോണക്ക് നല്ല സമയമാണ് പൂയം നാളുകാർക്ക്. പൂയം നാളുകാരുടെ കല്യാണം മുടങ്ങി നിൽപ്പുണ്ടെങ്കിൽ ഇപ്പോഴാലോചിച്ചോളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ കല്യാണത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. അതിപ്പം 40 ആയിക്കോട്ടെ, 44 വയസ്സായിക്കോട്ടെ, ഇപ്പം 50 ആയിക്കോട്ടെ, നിങ്ങൾ ആലോചിച്ചോളൂ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം കിട്ടും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വീട് പണിയാനായിട്ടുള്ളൊരു സമയവും വസ്തു മേടിക്കാനായിട്ടുള്ളതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വേണ്ട വിധം വിനിയോഗിച്ചു കൊള്ളണം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മകയിരനാളും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർക്ക് ചെറിയ രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്ത് കാണുന്നുണ്ടെങ്കിലും ഈ ഒരു നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വരുന്നത് നമ്മൾ പറയില്ലേ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞത് പോണക്കായിപ്പോൾ ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും പേടിക്കണ്ട. എല്ലാം കൊണ്ടും നല്ലതാകട്ടോ. പരമാവധി ഈ നാളുകാരെ ഉണ്ടല്ലോ നമ്മൾ കണി കാണാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തുള്ളവരെ ഏറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി മറ്റാരെയും കാണാതെ ഇവർ കിടക്കുന്നിടത്ത് ഇവരുടെ മുഖത്തോട്ടൊന്ന് നോക്കി ഒന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ദുരഭിമാനം ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്നിട്ട് ഏത് വഴിക്ക് പോയാലും നമുക്ക് നല്ലതാണ്. പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ കിടക്കുന്നവരെ അല്ല കണി കാണേണ്ടത്, നമ്മൾ ഏറ്റു വരുമ്പം പുറത്തുള്ളൊരു വ്യക്തിനെ കണി കാണുന്നതാണ് നമ്മുടെ കണിയെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ സമയത്ത് ഇവരെ കാണുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ സമയത്ത്
ഈ ഒക്ടോബർ 17 വരെ ഇവരെ കാണുന്നത് വളരെ ശുഭമാണ്. നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകും. നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നാളുകാരുടേത് നിങ്ങളിപ്പം തുടങ്ങിക്കോണം, മാറ്റം ഒന്നും വെച്ചേക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.